നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സതീശ സൂക്ഷിച്ചു. UDFനെ സമ്മർദ്ദത്തിലാക്കി വീണ്ടും അൻവർ. അസോസിയേറ്റ് അംഗത്വം അംഗീകരിക്കില്ല, സാധ്യമല്ലെന്ന് കോൺഗ്രസ്. ഇന്ന് ശക്തമായ തീരുമാനം. MLA സ്ഥാനം രാജിവെച്ച PV അൻവറിനെ സമ്മർദ്ദത്തിലാഴ്ത്തി കോൺഗ്രസ്. അതിന് പിന്നിൽ സതീശനാണെന്ന് അൻവർ തന്നെ തുറന്നു പറഞ്ഞു. അതിന് ചുട്ട മറുപടി നൽകാൻ ഒരുങ്ങുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFനെ സമ്മർദ്ദത്തിലാക്കി വീണ്ടും PV അൻവർ. UDF നേതൃയോഗം അവസാനിച്ചതിന് പിന്നാലെയാണ് നീക്കം. സ്ഥാനാർത്ഥി അംഗീകരിച്ചാൽ അസോസിയേറ്റ് അംഗത്വം നൽകാമെന്ന UDF യോഗത്തിലെ തീരുമാനം അൻവർ തള്ളുന്നു. അസോസിയേറ്റ് അംഗത്വം അംഗീകരിക്കില്ലെന്നും മുന്നണിയിൽ പൂർണ്ണ അംഗത്വം വേണമെന്നുമാണ് നിലപാട്. അതേസമയം തൃണമൂൽ കോൺഗ്രസിനെ UDFിലെടുക്കാൻ AICC അനുമതി വേണമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന UDF യോഗത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട്. നേരിട്ട് അംഗത്വം ഇപ്പോൾ സാധ്യമല്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ യോഗത്തെ അറിയിച്ചു. ഇന്നലെ ഓൺലൈനായാണ് UDF നേതാക്കളുടെ യോഗം നടന്നത്. യോഗശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച മുന്നണി കൺവീനർ തൃണമൂൽ കോൺഗ്രസിനെ നേരിട്ട് മുന്നണിയിലെടുക്കാനുള്ള പ്രയാസം അറിയിച്ചു. ഇക്കാര്യം അൻവറുമായി നടത്തിയ ചർച്ചയിലും വ്യക്തമാക്കിയെന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. അൻവറുമായി ഫോണിൽ സംസാരിച്ചാണ് അടൂർ പ്രകാശ് മുന്നണി തീരുമാനം അറിയിച്ചത്. പശ്ചിമ ബംഗാളിൽ അധികാരത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി രാജ്യത്ത് പ്രതിപക്ഷ ചേരിയായ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടതടക്കം എടുക്കുന്ന നിലപാടാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലെ പ്രതിസന്ധി. അൻവറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ മുന്നണി സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കാനും സ്ഥാനാർത്ഥിക്കെതിരായി നടത്തിയ എല്ലാ വിമർശനങ്ങളും പിൻവലിക്കാനും അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടിരുന്നു. ഈ നിലപാട് PV അൻവർ അംഗീകരിച്ച് വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ PV അൻവർ എന്ത് നിലപാട് എടുക്കുമെന്ന് അറിയാം. അതേസമയം പാർട്ടിയിൽ അൻവറിനൊപ്പമുള്ള മറ്റ് നേതാക്കൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ PV അൻവർ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് തീരുമാനിച്ചത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം അൻവറിന്റേതാണ്. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ മത്സരിക്കാനാണ് തീരുമാനമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറിക് ഒബ്രിയാനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ PV അൻവർ കൂടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തേക്ക് വരുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. PV അൻവർ നിലമ്പൂരിൽ മത്സരിച്ച് അവിടെ വെച്ച് കാണാമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. VD സതീഷിനെയും ആര്യാടൻ ഷൗക്കത്തിനെയും വിമർശിക്കുന്ന അൻവറിന്റെ നിലപാട് അംഗീകരിക്കാനാവില്ല. അൻവറിന് ഇനിയും ചിന്തനമുണ്ടാവാം. സാമാന്യ മര്യാദ വെച്ച് അൻവർ പെരുമാറണമെന്നും ആ മര്യാദ ലംഘിച്ചാൽ പ്രതികരിക്കുമെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി. PV അൻവറുമായി ഇനി താൻ ചർച്ചയ്ക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. നേതൃത്വത്തിന്റെ അറിവോടെയാണ് 3 ദിവസം അനുരഞ്ജന ചർച്ച നടത്തിയത്. അൻവർ വിഷയം കോൺഗ്രസിനെ ബാധിക്കില്ലെന്നും BJP CPM വോട്ട് കച്ചവടം നടക്കില്ലെന്നും രമേശ് പറഞ്ഞു. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ മത്സരിക്കുമോ എന്നതിൽ അന്തിമ തീരുമാനം ഇന്നറിയാം. വൈകിട്ട് മഞ്ചേരിയിൽ ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം അൻവർ നിലപാട് പ്രഖ്യാപിക്കും. ഇന്നലെ ചേർന്ന തൃണമൂൽ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അൻവർ മത്സരിക്കണമെന്ന വികാരമാണ് ഉണ്ടായത്. UDFിൽ ഘടകകക്ഷിയാക്കിയാൽ മാത്രമേ ഇനി ചർച്ചയുള്ളൂ എന്ന നിലപാടിലാണ് PV അൻവർ. UDF വാതിൽ തുറക്കാത്തതിന്റെ രോഷമാണ് PV അൻവർ പുറത്ത് പറയുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രശ്നം നിലമ്പൂരിലെ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വമാണെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു. VS ജോയിക്ക് വേണ്ടി പരസ്യമായി വാദിച്ച അൻവർ ഒരു ഘട്ടത്തിൽ തന്റെ അഭിപ്രായം കോൺഗ്രസിന്റെയും അഭിപ്രായമാകാമെന്ന് കരുതുകയും ചെയ്തു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം കോൺഗ്രസിലെ ചർച്ചകളിൽ ഷൗക്കത്തിനായിരുന്നു മുൻതൂക്കം. ഘടകകക്ഷികളുടെ അഭിപ്രായം തേടിയ കോൺഗ്രസ് അൻവറിനോട് ചർച്ചയ്ക്ക് മുതിർന്നില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതോടെ അൻവർ ഷൗക്കത്തിനെതിരെ വീണ്ടും തിരഞ്ഞു. UDF സഹകരണം സംബന്ധിച്ച പ്രഖ്യാപനം ആ സമയത്ത് നടക്കാത്തതും അദ്ദേഹത്തെ ചൊടിപ്പിച്ചു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അൻവർ ഉപാധി വെച്ചാൽ അംഗീകരിക്കാനാവില്ലെന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് കൈക്കൊണ്ടു. KC വേണുഗോപാൽ വഴി സമ്മർദ്ദം ചെലുത്താൻ കഴിയുമെന്ന അൻവറിന്റെ പ്രതീക്ഷയും പാളി. സംസ്ഥാന നേതൃത്വത്തെ ദുർബലമാക്കുന്ന ഒരു നീക്കത്തിനും താനില്ലെന്ന് വ്യക്തമാക്കി കൂടിക്കാഴ്ചയ്ക്ക് വേണുഗോപാൽ വിസമ്മതിച്ചു. ഇതോടെ ഒരേ സമയം സംസ്ഥാന മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ശത്രുപക്ഷത്ത് നിർത്തുന്ന നിലയിലായിരിക്കുന്നു അൻവർ. LDFന്റെ വാതിൽ അടഞ്ഞുകിടക്കെ UDF അല്ലാതെ മറ്റെന്ത് വഴി എന്ന ചോദ്യം ഇന്നലെ വൈകിട്ട് ചേർന്ന തൃണമൂൽ കോൺഗ്രസ് നേതൃയോഗത്തിലുമുണ്ടായി. അൻവറോ തൃണമൂലിന്റെ മറ്റൊരു സ്ഥാനാർത്ഥിയോ മത്സരിക്കാനിടയുള്ള സാഹചര്യം കൂടി കോൺഗ്രസ് മുന്നിൽ കാണുന്നു. സ്ഥാനാർത്ഥിക്കെതിരായ പരാമർശം അൻവർ പിൻവലിച്ചാൽ അസോസിയേറ്റ് മെമ്പറായ അദ്ദേഹത്തെ കൊണ്ടുവരാമെന്നാണ് യോഗത്തിൽ ഏകകണ്ഠമായി തീരുമാനമെടുത്തത്. അത് അൻവറിനെ ടെലിഫോൺ വഴി അറിയിക്കുകയും ചെയ്തു. തുടർന്നുള്ള നാളുകളിൽ UDFുമായി സഹകരിച്ച് എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അതിനനുയോജ്യമായ തീരുമാനം അൻവർ കൈക്കൊള്ളുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് തങ്ങളുള്ളതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. UDFുമായി ബന്ധപ്പെട്ട് PV അൻവർ മുമ്പ് ഒരാവശ്യം ഉന്നയിച്ചിരുന്നു.
തങ്ങൾ അത് കേൾക്കുകയും ചെയ്തു. പക്ഷേ ഇതിനിടെ അദ്ദേഹം UDFന്റെ സ്ഥാനാർത്ഥിക്ക് എതിരായി ചില കാര്യങ്ങൾ ഉന്നയിച്ചു. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തെ മോശക്കാരനാക്കി വർത്തമാനം പറയുന്നത് ശരിയല്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. UDF ആരെ നിർത്തിയാലും പിന്തുണയ്ക്കുമെന്നായിരുന്നു അൻവർ ആദ്യം പറഞ്ഞിരുന്നത്. പിന്നാലെയാണ് ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതെന്നും അടൂർ പ്രകാശ് അറിയിച്ചു. UDF പ്രചാരണ പ്രവർത്തനങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോവുകയാണെന്ന് പ്രകാശ് പറഞ്ഞു. PV അൻവറിനെ എല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചിരുന്നു. അൻവറിനോടുള്ള UDFന്റെ ഇപ്പോഴത്തെ നിലപാടിനെ കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു പ്രതികരണം. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് പാർട്ടിക്കും മുന്നണിക്കും രീതിയുണ്ട്. സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ആലോചന നടക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഭരണം ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. മുഖ്യമന്ത്രിയുടെ കറിവേപ്പില പരാമർശത്തിൽ മറുപടിയുമായി PV അൻവർ. കറിവേപ്പില ഏറെ പോഷക ഗുണമുള്ളതാണെന്നും കറിവേപ്പില ഏത് കറിയിലിട്ടാലും സ്വാദ് കൂടുമെന്നും അൻവർ പറഞ്ഞു. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതാണ് കറക്റ്റ്. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ കറിവേപ്പില പോലെയാണ്. അതിലെ എല്ലാ പോഷക ഗുണങ്ങളും ഊറ്റുന്നത് പോലെയാണല്ലോ എന്നും PV അൻവർ കൂട്ടിച്ചേർത്തു. നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് ശക്തനാണോ അല്ലയോ എന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാമെന്ന് PV അൻവർ പ്രതികരിച്ചു. സ്വരാജിന് മത്സരിക്കാമല്ലോ എന്ന് താൻ ഉയർത്തിക്കൊണ്ടുവന്ന പിണറായിസത്തിനെതിരെ വികാരം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു PV അൻവർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി M സ്വരാജിന് ഇന്നലെയാണ് പ്രഖ്യാപിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടും LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല. അൻവറുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കിടെയാണ് CPMന്റെ പ്രഗത്ഭനായ നേതാവിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നത്. രാഷ്ട്രീയ പോരാട്ടത്തിന് സ്വരാജ് മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് CPM മത്സരിക്കും. രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ്. സഖാവ് കുഞ്ഞാലിയുടെ നാടാണ്. PV അൻവർ ഇടതുമുന്നണിയെ വഞ്ചിച്ചു. അൻവർ ഒറ്റുകൊടുത്തു. രാഷ്ട്രീയ യൂദാസാണ് അൻവർ. കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചെളി വാരി എറിയുന്നു എന്നാണ് അൻവർ UDFനെ കുറിച്ച് പറഞ്ഞത്. അൻവറിന്റെ ദയനീയ ചിത്രം കേരളം കാണുന്നുണ്ട്. രാഷ്ട്രീയ പോരാട്ടമാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. സ്വരാജ് നിലമ്പൂരിൽ സമ്മതനാണ്. പാർട്ടിയാണ് സ്ഥാനാർത്ഥി ആരെന്ന് തീരുമാനിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. M സ്വരാജ് നിലമ്പൂരിലെ യോഗ്യനായ സ്ഥാനാർത്ഥിയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. നിലമ്പൂരിൽ M സ്വരാജിന്റെ വരവോടെ LDF വിജയം കൂടുതൽ സുനിശ്ചിതമായി. ആശയപരമായും രാഷ്ട്രീയമായും പ്രതിസന്ധി നേരിടുന്ന UDF BJP ശക്തികളെ പരാജയപ്പെടുത്താനുള്ള രാഷ്ട്രീയ സമരത്തിൽ LDFനെ നയിക്കാൻ ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥിയാണ് സ്വരാജ് എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സ്വരാജ് നല്ല സ്ഥാനാർത്ഥിയാണെന്നും മിടുക്കനായ ചെറുപ്പക്കാരനാണെന്നും മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഒരുമിച്ച് സഭയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം നേരിട്ട് കണ്ടിരുന്നു. വിഷയത്തിൽ പഠിച്ച് അവതരിപ്പിക്കുന്നതിൽ മിടുക്കനാണ്. നിലമ്പൂർ LDF അനുകൂല സാഹചര്യമാണെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു. UDFും പിന്നാലെ SDPIയും ഇപ്പോൾ LDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായില്ല. സ്ഥാനാർത്ഥി കാര്യത്തിൽ ഇതുവരെ പാർട്ടിയിലും മുന്നണിയിലും തീരുമാനമായില്ല. അതിനിടെ ഞായറാഴ്ച BDJS കൗൺസിൽ യോഗം വീണ്ടും ചേരുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പ്രാധാന്യവുമില്ലാത്ത തെരഞ്ഞെടുപ്പിൽ എന്തിന് മത്സരിക്കണമെന്നാണ് BJPയുടെ ഒരു വിഭാഗം ചോദിക്കുന്നത്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് നിൽക്കെ മത്സരിച്ചില്ലെങ്കിൽ അത് രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്നും വിലയിരുത്തൽ മറ്റൊരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നു. NDAയിലും വലിയ അഭിപ്രായ അനൈക്യം ഇക്കാര്യത്തിലുണ്ട്. എന്നാൽ M സ്വരാജ് CPM സ്ഥാനാർത്ഥിയായി എത്തുന്ന സാഹചര്യത്തിൽ മണ്ഡലത്തിൽ മത്സരിക്കാതെ മാറി നിൽക്കുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന സമ്മർദ്ദം BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് മേലുണ്ട്. ഒരാഴ്ച നീണ്ട കൂടിയാലോചനകൾക്ക് ശേഷമാണ് പൊതു സ്വതന്ത്രൻ വേണ്ട, പാർട്ടി സ്ഥാനാർത്ഥി തന്നെ മതിയെന്ന് CPM തീരുമാനിച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M സ്വരാജിനെ ഇറക്കുന്നതോടെ നിലമ്പൂരിനെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ പോരാട്ടമായി പാർട്ടി കാണുന്നത്. പ്രദേശവാസിയായ സ്വരാജിന് കടുത്ത മത്സരം കാഴ്ചവെക്കാനാകുമെന്ന് CPM പ്രതീക്ഷിക്കുന്നു. ഇന്ന് 2 മണിക്ക് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി റോഡ് ഷോയുടെ പ്രചാരണം തുടങ്ങും. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി. ചാണ്ടിയുമ്മൻ, മുതിർന്ന നേതാവ് KC ജോസഫ് എന്നിവരൊപ്പം ഉണ്ടായിരുന്നു. പിതാവിനൊപ്പം പ്രവർത്തിച്ച ഉമ്മൻചാണ്ടി തനിക്ക് പിതൃതുല്യനാണെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ഇന്ന് രാവിലെ 11:30 അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. താത്വിക അവലോകനം നടത്തുന്ന അതേ വഴക്കത്തോടെ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ വാക്ശരമെയ്യാനും മിടുക്കനാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. മാർദ്ദവമില്ലാതെ പാർട്ടിക്കായി പ്രതിരോധം തീർക്കുന്നതാണ് ശൈലിയെങ്കിലും എഴുതിയ പുസ്തകങ്ങളിലൊന്ന് പൂക്കളെ കുറിച്ചാണ്. വാക്കിലും നോക്കിലും ഇടപെടലിലും പാർട്ടിയിലെ ലക്ഷ്മണരേഖയാക്കിയ യുവ നേതാവിനെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ ഒന്നാണ് നിലമ്പൂരിൽ കാത്തിരിക്കുന്നത്.
ഏറനാടിന്റെ ചെഖുവേര എന്ന സഖാക്കൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന കെ കുഞ്ഞാലിയാണ് CPM ചിഹ്നത്തിൽ നിലമ്പൂരിൽ നിന്ന് ജയിച്ച അവസാന MLA. 58 വർഷത്തിന് ശേഷം കുഞ്ഞാലിയുടെ മണ്ണിൽ അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിലെ ഉള്ള ഒരു ജയമാണ് സ്വരാജിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ദീർഘകാലമായി എറണാകുളവും തിരുവനന്തപുരവുമാണ് കർമ്മമേഖലയെങ്കിലും നിലമ്പൂരിനും മണ്ണിന്റെ മകനാണ് സ്വരാജ്. മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പോത്തുകല്ല് പഞ്ചായത്തിലെ ഞെട്ടിക്കുളത്ത് സർക്കാർ ജീവനക്കാരായിരുന്ന PN മുരളീധരന്റെയും PR സുമാങ്കി അമ്മയുടെയും മകനാണ്. പാലമേട് സ്കൂളിൽ പഠനകാലത്ത് SFI യൂണിറ്റ് സെക്രട്ടറി ആയാണ് രാഷ്ട്രീയ തുടക്കം. SFI മലപ്പുറം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, DYFI സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ചു. ചുങ്കത്തറ മാർത്തോമ കോളേജിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദ പഠനകാലത്ത് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാനായി. നിയമത്തിൽ ബിരുദവും മലയാള സാഹിത്യത്തിലും സോഷ്യോളജിയിലും ബിരുദാനന്തര ബിരുദവുമുണ്ട്. പ്രത്യയശാസ്ത്ര വിശകലനത്തിൽ പാർട്ടിയുടെ യുവമുഖമായ സ്വരാജ് 43-ാം വയസ്സിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി. നിലവിൽ ദേശാഭിമാനിയുടെ തിരുവനന്തപുരം റെസിഡന്റ് എഡിറ്ററാണ്. തുടർച്ചയായ 5 തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച K ബാബുവിനെ തോൽപ്പിച്ച് തൃപ്പൂണിത്തറ പിടിച്ചെടുത്ത സ്വരാജിന്റെ വിജയം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അട്ടിമറികളിൽ ഒന്നായിരുന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായ KN രവീന്ദ്രനാഥ്, KN ചന്ദ്രപിള്ള എന്നിവർക്കൊപ്പം അന്തരിച്ച MM ലോറൻസിനും കഴിയാത്തതാണ് അന്ന് സ്വരാജിന് സാധിച്ചത്. 2021 പക്ഷേ ബാബുവിന് മുന്നിൽ അടിപതറി. CPMന്റെ നവമാധ്യമ ചുമതല വഹിച്ചിരുന്ന സ്വരാജ് സൈബർ സഖാക്കൾക്കിടയിൽ പ്രിയങ്കരനാണ്. സമകാലിക വിഷയങ്ങളിൽ നിലപാട് പറയുന്ന സത്യാനന്തരം എന്ന പ്രതിവാര പരിപാടി പ്രവർത്തകർക്കിടയിൽ ഹിറ്റാണ്. ഭാര്യ സരിത.